9 കൊല്ലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് നാളെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് തീരമണയുന്നത്. രാജ്യത്ത് ചരക്ക് നീക്കത്തിൽ നിർണായക സാന്നിധ്യമായി വിഴിഞ്ഞം മാറുമെന്നത് മറ്റൊരു കാര്യം. കേരളത്തിൻ്റെ വികസന മുഖത്ത് വിഴിഞ്ഞം എന്ന പേര് എഴുതി ചേർക്കാൻ പോകുന്നു. എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം ഒരുപക്ഷെ അന്തർദേശീയ കപ്പൽചാലിൻ്റെ ഏറ്റവും സമീപത്തുള്ള പോർട്ട്, മാത്രമല്ല കരയിൽ നിന്നുള്ള ദൂരം വളരെ കുറവ്, ഇങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഈ ഇൻ്റർനാഷണൽ പോർട്ട് എങ്ങനെയാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ആ വഴിത്താരയിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പെട്ടെന്നൊരു ദിവസമുണ്ടായ ആശയമല്ല. ആയിരാജവംശത്തിൻ്റെ ഭരണകാലം മുതൽ ചരിത്രമുണ്ട്. പ്രതിസന്ധികളുടെ കൂറ്റൻ തിരമാലകളെ അതിജീവിച്ചാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ തുറമുഖത്തിന്റെ അവകാശത്തിനു വേണ്ടി പരസ്പരം പോരാടിയത് വിഴിഞ്ഞത്തെ ചരിത്രം. ചോളന്മാരുടെ ആക്രമണത്തിൽ തുറമുഖം നശിച്ചു. കാലങ്ങൾക്കിപ്പുറം പുതിയൊരു തുറമുഖം 1940 ആലോചനയിൽ ഉയർന്നു. തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യർ അന്ന് മുൻകൈയെടുത്തു. ജനാധിപത്യ ഭരണം വന്നപ്പോൾ വിഴിഞ്ഞം തഴയപ്പെട്ടു. പിന്നീട് കപ്പലുകളുടെ വലുപ്പം വർദ്ധിച്ചു. കടലിന്റെ സ്വാഭാവിക ആഴമെന്ന പ്രത്യേകതയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും അനിവാര്യമായി. 20 മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്തെ കടൽ കൂറ്റൻ കപ്പലുകളെ സ്വീകരിക്കുമെന്നത് പ്രാഥമിക പഠനങ്ങളിൽ വ്യക്തമായി. 2000, 2009, 2013, 2015 വിഴിഞ്ഞം പദ്ധതിയിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പുകൾ നടന്ന വർഷങ്ങളാണിത്. അങ്ങനെ 2015 കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 1000 ദിനത്തിൽ ആദ്യ കപ്പലെത്തുമെന്ന പ്രഖ്യാപനം. 2000 വിഴിഞ്ഞം ചർച്ചകൾക്ക് കൂടുതൽ ശബ്ദം ലഭിച്ചു. പദ്ധതി നടപ്പിലാക്കാൻ രാഷ്ട്രീയ തീരുമാനമുണ്ടാവുകയും ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക എന്ന സമീപനത്താൽ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു. അടുത്ത ഘട്ടം പ്രമുഖ വ്യവസായ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് കണ്ണുവെച്ചു. പക്ഷേ ടെൻഡറും കമ്പനികൾ തമ്മിലുള്ള നിയമയുദ്ധങ്ങളും വീണ്ടും തടസ്സമായി. 2009, 2010 വർഷം പഠന പരമ്പരകൾ നടന്നു. ഒടുവിൽ ഭൂവുടമ മാതൃകയിൽ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനം. സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട്. 2013 കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. 2015 UDF സർക്കാരിന്റെ കാലത്ത് കരാർ അദാനിക്ക് നൽകി. 2015 ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി. 1000 ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ പ്രതിസന്ധികൾ പലതുണ്ടായി. തീരദേശത്തെ തകർത്ത ഓഖി, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം, ഒടുവിൽ സാക്ഷാൽ കോവിഡ്. നിർമ്മാണ പ്രവൃത്തി തന്നെ നിർത്തിവെപ്പിച്ച വിഴിഞ്ഞം സമരം. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ 2017 ഓഖി ചുഴലിക്കാറ്റ് സകലതും തകർത്തു. തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് കേടുപാടുണ്ടായി. പുലിമുട്ടുകളും കല്ലുകളും കടലെടുത്തതോടെ നിർമ്മാണം ഇഴഞ്ഞു. പിന്നാലെ പ്രധാന അസംസ്കൃത വസ്തുവായ കല്ലിനും ചുണ്ണാമ്പുകല്ലിനും ക്ഷാമം നേരിട്ടു. കല്ലുകൾ തമിഴ്നാട്ടിൽ നിന്നെത്തിക്കാൻ സർക്കാർ ശ്രമിച്ചു. കോവിഡ് വില്ലനായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായി. നവംബർ 27 രാത്രിയിൽ പ്രതിഷേധക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. സ്റ്റേഷനും പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ഡ്യൂട്ടിയിലായിരുന്ന 30ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. തലേ ദിവസം കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. പോലീസും സമരക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് തിരിച്ചടിച്ചു. 2022 ഡിസംബർ 6 പ്രതിഷേധക്കാരും സർക്കാരും തമ്മിൽ ചർച്ച. ഒടുവിൽ സർക്കാർ ഉറപ്പിൽ സമരം പിൻവലിച്ചു. കല്ലിന്റെ ക്ഷാമവും മറ്റും നിർമ്മാണത്തെ വീണ്ടും ബാധിച്ചു.
ഒടുവിൽ 2023 ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു. ഷെൻഹുവ 15 ഈ തുറമുഖത്തേക്ക് അടുത്തതായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിലേക്കുള്ള ആദ്യ പ്രതീക്ഷ. സാൻ ഫെർണാണ്ടോ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ തുറമുഖത്തേക്ക് അടുക്കും. ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായ MSC ഐറനിക്കം വിഴിഞ്ഞത്തേക്ക് സ്വാഗതം. അങ്ങനെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് വിഴിഞ്ഞം തുറമുഖം ലോകത്തിനു മുൻപിൽ വാതിൽ തുറന്നിടുന്നു. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും വിഷ്ണുവിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. കേരളത്തിനും ഇന്ത്യക്കും ഏറ്റവും ആഹ്ലാദം പകരുന്ന അഭിമാന നിമിഷമാണ് ഉണ്ടാകാൻ പോകുന്ന ഈ മദർഷിപ്പ് തീരമണയുന്നതോടെ വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പടുകൂറ്റൻ കപ്പലുകൾ ഇനി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയാണ്. തലസ്ഥാന നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെഴുതും. കേരളം വികസനത്തിലേക്ക് കുതിക്കും ഇതിലൂടെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളുടെയും ശ്രദ്ധാകേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ്.